പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം വായിക്കാം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ കളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കിൽ കാക്കും. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതയാത്രയിൽ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോൾ തൻ്റെ 14 ലേഖനങ്ങളിൽ ഏറ്റവും ഈടുറ്റ ലേഖനമായ ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്നിനെക്കുറിച്ചും നമ്മൾ വിചാരപ്പെടരുത്, എല്ലാത്തിലും പ്രാർത്ഥനയും അപേക്ഷയും സ്തോത്രവും ചെയ്യുകയാണ് നമുക്ക് ആവശ്യം. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ അതിനെല്ലാം തന്ന ദൈവത്തിന് നന്ദി പറയുക, ആ നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് നന്ദി പറയുക എന്ന ഒരൊറ്റ കാര്യം മാത്രം നമ്മൾ ചെയ്താൽ മതി എന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പൗലോസിന്റെ ജീവിതയാത്രയിൽ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പൗലോസ് ഇതെല്ലാം പറയുന്നത്. ഗമാലേക്കിന്റെ പാദപീഠത്തിൽ നിന്ന് ന്യായപ്രമാണം സൂക്ഷ്മതയോടെ പഠിച്ച പൗലോസ് ഹീബ്രു ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും അരാമ്യ ഭാഷയിലും പണ്ഡിതനായി തീർന്ന ആ പൗലോസ്, കപ്പൽ പ്രമാണിയായ പൗലോസ്, അത്രയ്ക്കും സമ്പന്നനും വിദ്യാപണ്ഡിതനുമായ ആ പൗലോസ് തൻ്റെ ജീവിതയാത്രയിൽ യേശു ക്രിസ്തുവിനെ പിൻപറ്റിയപ്പോൾ തൻ്റെ സമ്പത്തുകളെല്ലാം തനിക്ക് നഷ്ടമായി. തന്നെ കാരാഗ്രഹ ജീവിതത്തിൽ തനിക്ക് കിടക്കേണ്ടി വന്നു. പക്ഷേ ഇതെല്ലാം കിട്ടിയപ്പോൾ പൗലോസ് പറയുകയാണ്, ഇതെല്ലാം തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു. ലോകം നോക്കുമ്പോൾ അവൻ്റെ സമ്പത്ത് പോയി, അവൻ്റെ ധനം പോയി, അവന് എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ ഇതെല്ലാം അവൻ നഷ്ടപ്പെട്ടപ്പോൾ പൗലോസ് പറയുകയാണ്, എനിക്ക് എല്ലാം കിട്ടി, ദൈവത്തിൻ്റെ സമാധാനം എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നു. ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ സമ്പത്തല്ല, മാന്യതയല്ല. ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് ഒരു കാര്യം മാത്രമാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം. ലോകം തരുന്ന പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം, ഞാൻ നിത്യമായ സമാധാനം നിങ്ങൾക്ക് തരുമെന്ന് ദൈവം നമ്മോട്, യേശു ക്രിസ്തു നമ്മളോട് പറയുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കുവാൻ പോകുന്നു, ഞാൻ ഭവനമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് ഞാൻ വന്ന് ചേർത്തുകൊള്ളാമെന്ന് ദൈവം നമ്മൾക്ക് ഉറപ്പ് തരികയാണ്. ആ ദൈവം അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതയാത്രയിൽ അവന്റെ ഹൃദയത്തിൽ വാസം ചെയ്തപ്പോൾ അവൻ എല്ലാത്തിനെയും ചപ്പെന്നും ചവറെന്നും എണ്ണുകയാണ്. അവൻ സ്വർഗീയ ദർശനങ്ങളെ പൗലോസിനെ ദൈവം കാണിച്ചിട്ട് പറയുകയാണ്, ഈ ലോകത്തിലുള്ളത് എനിക്ക് ചപ്പാണ്, ചവറാണ്. എനിക്ക് ആ ലോകത്തിൽ യേശുവിനോടുകൂടെ വാസം ചെയ്യണം, യേശുവിനെ എനിക്ക് ആരാധിക്കണം. അതിമഹത്വമായത് കണ്ടപ്പോൾ ഹല്ലേലൂയ, ഇതെല്ലാം ഞാൻ ചപ്പെന്നും ചവറെന്നും എണ്ണുകയാണ്. അതുകൊണ്ടാണ് അത് തന്നെയാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അവിടെ യേശു ക്രിസ്തു വാമൊഴിയായി നമ്മളോട് പറയുകയാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായി കൊണ്ടും എന്ത് ഉടുക്കും എന്ന ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. നമ്മൾ എന്ത് തിന്നും എന്ത് കുടിക്കും എന്നൊന്നും ഓർത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരപ്പെടരുതെന്ന് ദൈവമക്കളെ യേശു ക്രിസ്തു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ വെക്കുന്നുമില്ല. നിങ്ങൾ ആകാശത്തിലെ പക്ഷികളെ നോക്കൂ, അത് വിതയ്ക്കുന്നില്ല, ഒരു കൃഷിയും അത് ചെയ്യുന്നില്ല, അത് അതിൻ്റെ ആഹാരം അത് കളപ്പുരയിൽ സൂക്ഷിച്ച് നോക്കുന്നുമില്ല. പക്ഷേ ആകാശത്തിലെ പക്ഷികളൊന്നും പട്ടിണി കിടന്ന് മരിക്കുന്നില്ല. അതിനുവേണ്ടി എല്ലാം കരുതുന്ന ഒരു ദൈവമുണ്ട് എന്ന് യേശു ക്രിസ്തു നമ്മെ ഓർപ്പെടുത്തുകയാണ്. എങ്കിലും സ്വർഗസ്ഥനായ നമ്മുടെ
പിതാവുണ്ടല്ലോ, ആ പക്ഷികളെക്കാൾ നമ്മൾ എത്ര ശ്രേഷ്ഠരാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നിനെ പറ്റിയും നമ്മൾ വിചാരപ്പെടരുത്. അങ്ങനെ നമ്മൾ വിചാരപ്പെട്ടാൽ നമുക്കുള്ള പൊക്കമുണ്ടല്ലോ, നമുക്കുള്ള നീളമുണ്ടല്ലോ, അതിൽ നിന്ന് ഒന്ന് കൂട്ടുവാനോ ഒന്ന് കുറയ്ക്കുവാനോ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഒന്നിനെ പറ്റിയും വിചാരപ്പെടരുത്. നിങ്ങളെ സൃഷ്ടിച്ച ദൈവം നിങ്ങളെ പുലർത്തുവാൻ ശക്തനാണ്. നമ്മൾ ഒരു ജീവിതത്തിൽ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നമ്മൾ അവന് എപ്പോഴും ദൈവം തരുന്ന എല്ലാ ദാനങ്ങൾക്കും അവന് നന്ദി പറയണമെന്ന് യേശു ക്രിസ്തു നമ്മെ ഓർപ്പെടുത്തുകയാണ്. ദൈവം പറയുകയാണ്, വയലിലെ താമര നോക്കി, താമര പൂവ് എത്ര മനോഹരമായി അത് വളരുന്നു. ഹല്ലേലൂയ. അതിനേക്കാൾ എത്ര ശ്രേഷ്ഠനാണ് നമ്മളെന്ന് ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ശലോമോൻ പോലും തൻ്റെ സർവ്വമോഹത്തിൽ ഒന്നിനേക്കാൾ ചമഞ്ഞിരുന്നില്ല. ശലോമോൻ മഹാരാജാവുണ്ടല്ലോ, ഇസ്രായേലിന്റെ 3ാമത്തെ രാജാവായ ശലോമോൻ, അവന് ദൈവം ജ്ഞാനം കൊടുത്തു. ഹല്ലേലൂയ. ബുദ്ധി കൊടുത്തു. അങ്ങനെയുള്ളവൻ പോലും ഈ താമരയെ, വയലിലെ പൂക്കളെ നോക്കുവീൻ, താമരയെ നോക്കുവീൻ, അവരെ എത്ര ശ്രേഷ്ഠമായിട്ടാണ് ദൈവം അതിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ. അവയേക്കാൾ നമ്മൾ എത്ര ശ്രേഷ്ഠരാണ്. ദൈവം പറയുകയാണ്, ഇന്നുള്ളതും നാളെ അടിപ്പിടുന്നതുമായ വയലിനെ, പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയ്ക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ, ഹല്ലേലൂയ, നമ്മളെ ഒരു പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയ്ക്കുന്നുവെങ്കിൽ ദൈവം പറയുകയാണ്, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? ഹല്ലേലൂയ. നാളെ നിങ്ങൾ എന്ത് ഉടുക്കും, നിങ്ങൾക്ക് ബാങ്ക് ഡിപ്പോസിറ്റ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കുന്നത് എന്തിനാണെന്ന് ഹല്ലേലൂയ യേശു ക്രിസ്തു നമ്മെ ഓർപ്പെടുത്തുകയാണ്. കാരണം എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. ദൈവം നമ്മളോട് പറയുകയാണ്, ഹല്ലേലൂയ, നിങ്ങൾ എത്ര ശ്രേഷ്ഠരാണ്. ഹല്ലേലൂയ, നിങ്ങൾ എത്ര ശ്രേഷ്ഠരാണ്. ഹല്ലേലൂയ. പുല്ലിനെ ദൈവം ഇങ്ങനെ മാനിക്കുന്നുവെങ്കിൽ, പുല്ലിനെ ഇങ്ങനെ ദൈവം അലങ്കരിക്കുന്നുവെങ്കിൽ, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നാളത്തെ പറ്റി നിങ്ങൾ വിചാരപ്പെടരുത്, വ്യാകുലപ്പെടരുതെന്ന് ദൈവം പറയുകയാണ്. അപ്പോസ്തലനായ പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതിനാൽ നിങ്ങളുടെ സകല ചിന്താഗതവും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. യേശു ക്രിസ്തു എന്താണ്? നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാണ്. നമ്മെ ഉള്ളം കയ്യിൽ വഹിക്കുന്ന ദൈവമാണ്. നമ്മെ വേലികെട്ടി സൂക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നമ്മുടെ എല്ലാ ചിന്താഗതികളും എന്താണ്? അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പീൻ. നമ്മളുടെ സമയത്തിനല്ല, നല്ല തക്ക സമയത്ത് ദൈവം നമ്മെ ഉയർത്തും. അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം? ദൈവത്തിൻ്റെ കൈക്കീഴിൽ നമ്മൾ താണിരിക്കണം. നിങ്ങൾക്കായി കരുതുന്നതിനാൽ നിങ്ങളുടെ സകല ചിന്താഗതി അവന് മേൽ ഇട്ടുകൊള്ളുവീൻ. നമ്മളെല്ലായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റിൽ നടക്കുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, നമുക്ക് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ എന്ത് ഉടുക്കും, എന്ത് തിന്നുമെന്ന് വിചാരിച്ച് നമ്മൾ വിചാരപ്പെടരുത്. അങ്ങനെ നമ്മൾ വിചാരപ്പെട്ടാൽ നമ്മുടെ നീളത്തിൽ നിന്ന് അല്പം കൂട്ടുവാനോ അല്പം കുറയ്ക്കുവാനോ നമുക്ക് കഴിയില്ല. വയലിലെ പുല്ലിനെ നോക്കുവീൻ, അവരെ എത്ര ശ്രേഷ്ഠമായിട്ടാണ് ദൈവം അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ പുല്ലിനേക്കാൾ നമ്മൾ എത്ര ശ്രേഷ്ഠരാണ്. ആകാശിലെ പക്ഷികളെ നോക്കുവീൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ സൂക്ഷിച്ചു വെക്കുന്നില്ല, എങ്കിലും അവയെല്ലാത്തിനെയും ദൈവം ഭക്ഷണം കൊടുക്കുന്നു. അപ്പോൾ അതിലൊക്കെ എത്രയോ ശ്രേഷ്ഠരാണ് നമ്മൾ. ദൈവത്തിൻ്റെ കൈവേലയായ ഹല്ലേലൂയ മനുഷ്യരെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നിങ്ങൾ നാളത്തെ പറ്റി വിചാരപ്പെടരുത്, ഒന്നിനെ പറ്റി നിങ്ങൾ വിചാരപ്പെടരുതെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴും ദൈവത്തിന് അവൻ തരുന്ന ദാനങ്ങൾക്ക് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കണമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. അത് നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോടെ അറിയിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ്
പുതിയ നിയമത്തിൽ 14 ലേഖനങ്ങൾ എഴുതിയ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ഒന്നിനെ പറ്റിയും വിചാരപ്പെടരുത്, എല്ലാ ആവശ്യങ്ങളും സ്വോത്രത്തോടെ എൻ്റെ ദൈവത്തെ അറിയിക്കുകയാണ് വേണ്ടത്. അവൻ തക്ക സമയത്ത് നമ്മളെ ഉയർത്തുവാൻ അവൻ ശക്തനാണ്. നമ്മെ സൃഷ്ടിച്ച ദൈവമാണ്. ഹല്ലേലൂയ. ഒറ്റ വാക്കിനാൽ പ്രപഞ്ചത്തെ ഉളവാക്കിയ ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതയാത്രയിൽ അവൻ്റെ ബലമുള്ള കരങ്ങളിൽ താണിരുന്ന് അവന് നന്ദി പറഞ്ഞ് ജീവിക്കണമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഈ വചനത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്താൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആമേൻ.